അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ടി.ഒ. സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും. ഇത് സംബന്ധിച്ച കത്ത് വിജിലൻസ് ബാങ്കുകൾക്ക് നൽകി. റെയ്ഡിൽ കണ്ടെത്തിയ സ്വത്തുക്കൾ സംബന്ധിച്ച വിവരങ്ങൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ വിജിലൻസ് സമർപ്പിച്ചു. അതേസമയം അനധികൃതമായി താൻ സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നാണ് സൂരജിന്റെ വാദം. സൂരജിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞു. സൂരജിനെതിരെ കർശന നടപടി വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ സൂരജിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ശുപാർശയാണ് വിജിലൻസ് സർക്കാരിന് സമർപ്പിക്കുക. വരുമാനത്തിലും വളരെയധികം സ്വത്ത് സൂരജ് സമ്പാദിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സൂരജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിലും ലക്ഷങ്ങൾ കണ്ടെത്തി. സംസ്ഥാനത്ത് റിലയൻസിന്റെ 4G കേബിളുകൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രേഖകളും വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിരുന്നു. ഇതുൾപ്പെടെയുള്ള രേഖകൾ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഉടൻ സമർപ്പിക്കും. അതേസമയം താൻ അനധികൃതമായി സമ്പാദിച്ചിട്ടില്ലെന്നും തന്റെ സ്വത്തിനെല്ലാം വ്യക്തമായ രേഖകളുണ്ടെന്നും ടി.ഒ. സൂരജ് പീപ്പിളിനോട് പറഞ്ഞു. ചിലർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നതാണെന്നും സൂരജ് ആരോപിച്ചു. തനിക്കും കുടുംബാംഗങ്ങൾക്കും കൂടി 50 ലക്ഷം രൂപയോളം പ്രതിശീർഷ വരുമാനമുണ്ട്. ബാങ്ക് വായ്പ കൂടി തരപ്പെടുത്തിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്നും സൂരജ് പറഞ്ഞു. 23 ലക്ഷം രൂപ എന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് എന്റെ സഹോദരി പുത്രിയുടെ, എന്റെ മരുമകളുടെ വിവാഹം ഡിസംബർ 7-നാണ്. അവര് രണ്ടുപേരും വിദേശത്താണ്. അവര് വിവാഹ ആവശ്യത്തിനായിട്ട് വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. അവര് സ്ഥലം വിൽക്കാനായിട്ട് എഗ്രിമെന്റ് വെച്ച് കിട്ടിയ പണം അവര് അതിഥികളെ ക്ഷണിക്കാൻ പോകുന്ന അവസരത്തിൽ എന്നെ ഏൽപ്പിച്ചതാണ്. ഒരു സഹോദരി വിവാഹ ആവശ്യത്തിന് പോകുമ്പോൾ പണം സൂക്ഷിക്കണമെന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനോടൊന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് പണമെന്ന് ഞാൻ വിജിലൻസുകാരോട് പറയുകയും ചെയ്തിരുന്നു. അതിന് അവർ എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റിന്റെ രേഖകളുണ്ട്, അവർക്ക് കിട്ടിയ പണത്തിന്റെ രേഖകളുണ്ട്. സൂരജിനെതിരായ അന്വേഷണ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അറിയിച്ചു. കേസിൻ്റെ ഭാഗത്തിൽ ഒരു അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് കയറി എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം പറയുന്നത് ശരിയാണോ? അത് അതിൻ്റെ നിയമപരമായ നടപടികൾ അല്ല. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. അതിനകത്ത് ഗവൺമെൻറ് ഒരിക്കലും ഇടപെടുന്നതല്ല. എന്നാൽ ടി.ഒ. സൂരജിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. വളരെ കർശനമായിട്ടും ഉള്ള നടപടി എടുക്കേണ്ടതാണ്. അയാളെ സസ്പെൻഡ് ചെയ്ത് വളരെ അടിയന്തരമായി തന്നെ അന്വേഷണം ആരംഭിക്കേണ്ടതാണ്. ഇപ്പോഴേതായാലും തെരുവ് സഹിതം വീടുകളും ആഫീസുകളും എല്ലാം പരിശോധിച്ച് അയാളുടെ അഴിമതി തന്നെ തെളിവുകളോടുകൂടി പിടിച്ച് അതെല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുന്ന അവസരത്തിൽ ഇനിയിപ്പോൾ സംശയമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. നടപടിയെടുത്താൽ മതിയാകും. ആരാണോ ഗവൺമെൻറ്റിൽ നടപടിയെടുക്കുന്നതിന് തടസ്സം ചെയ്യുന്നത് അവരെ നേരിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. ടി.ഒ. സൂരജിന്റെ സ്വത്ത് സമ്പാദനത്തിൽ ലീഗ് നേതൃത്വത്തിന് കൈകഴുകാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി, തിരുവനന്തപുരം. ടി.ഒ. സൂരജിന് വിനയായത് ലീഗ് നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് സൂചനയുണ്ട്. പൊതുമരാമത്ത് മന്ത്രി അറിയാതെ ചില കരാറുകൾ മുന്നോട്ട് പോയതിനെ തുടർന്നായിരുന്നു അഭിപ്രായ വ്യത്യാസം. കോടികളുടെ തട്ടിപ്പിനിടയാക്കുന്ന റിലയൻസുമായുള്ള കരാർ മന്ത്രി ഉംറയ്ക്ക് പോയപ്പോൾ ഒപ്പിട്ടതിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. മന്ത്രി കരാർ തിരുത്തിയതായും സൂരജ് പീപ്പിൾ TVയോട് പറഞ്ഞു. അതുകൂടി കാണാം. എന്നും ലീഗ് നേതൃത്വത്തിന് വിശ്വസ്തനായിരുന്ന ടി.ഒ. സൂരജിന് ഒടുവിൽ വിനയായതും ലീഗ് നേതൃത്വത്തിന്റെ അതൃപ്തിയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ മന്ത്രി അറിയാതെ ചില കരാറുകൾ ഒപ്പിട്ടതായിരുന്നു പ്രധാന പ്രശ്നം. മന്ത്രി ഉംറയ്ക്ക് പോയപ്പോൾ പൊതുമരാമത്ത് സെക്രട്ടറി എന്ന നിലയിൽ റിലയൻസുമായി സൂരജ് കരാർ ഒപ്പിട്ടത് അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കി. 4G കേബിളുകൾ ഇടാൻ റോഡ് വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടികളുടെ കരാർ മന്ത്രിയുമായി ചർച്ച ചെയ്തിരുന്നില്ല. ഉംറ കഴിഞ്ഞെത്തിയ മന്ത്രി കരാർ തിരുത്തിയെന്ന് സൂരജ് പീപ്പിളിനോട് സ്ഥിരീകരിച്ചു. റിലയൻസിന് ഇവിടെ 4G കേബിൾ ഇടാനായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് ആണ് ഉത്തരവ് കൊടുത്തത്. ഈ ഉത്തരവ് കൊടുത്ത് IT ഡിപ്പാർട്ട്മെന്റ് പൊതുമരാമത്ത് വകുപ്പിൽ നടപ്പിലാക്കാനായി റിക്വസ്റ്റുമായിട്ട് വന്നപ്പോൾ ആ സമയത്ത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇത് റോഡ് കട്ട് ചെയ്യുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ നിർണയിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. ഞാൻ അത് പരിശോധിച്ച ശേഷം ആ മോർത്തിന്റെ ഗൈഡ് ലൈൻസ്, അതായത് നാഷണൽ ഹൈവേയിലും ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കുന്ന ആ ഗൈഡ് ലൈൻസ് കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് ഉചിതം. കാരണം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റാണ്. അത് അനുസരിച്ച് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് മന്ത്രിയുടെ അംഗീകാരം തേടാൻ അയക്കാൻ കഴിയില്ല. മന്ത്രി ആ 4 ദിവസം ഉംറയ്ക്ക് ആയിരുന്നു എന്ന എൻ്റെ ഓർമ്മ. പോയിരുന്നു, വിദേശത്തായിരുന്നുകൊണ്ട് അയക്കാൻ കഴിഞ്ഞില്ല.
അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അത് അദ്ദേഹത്തെ കാണിക്കാതെ അയച്ചു എന്നുള്ള കാര്യം കൊണ്ട് തിരിച്ച് വിളിച്ച് ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു, ക്യാൻസൽ ചെയ്തു. പക്ഷെ അതിനുശേഷവും റിലയൻസ് ഉത്തരവൊന്നും ഇല്ലാതെ തന്നെ ഇപ്പോഴും നിർബാധം. കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസ്, എരുമേലിയിൽ ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങളിൽ സൂരജിനെ സംരക്ഷിച്ചത് ലീഗ് നേതൃത്വമായിരുന്നു. ലീഗ് കൈവിട്ടതോടെയാണ് ആഭ്യന്തര വകുപ്പ് പുലർച്ചെ മുതൽ അടുത്ത പുലർച്ചെ വരെ നീണ്ട റെയ്ഡിനൊരുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വിസ് ചർച്ച ചെയ്യുന്നത്. മുസ്ലിം ലീഗ് നേതാവ് ഉമായിൻ ഹാജി കോഴിക്കോട് സ്റ്റുഡിയോയിൽ, PS സലീം കോൺഗ്രസ് നേതാവ്, ഒപ്പം ജോമോൻ പുത്തമ്പുരയ്ക്കൽ, ഒപ്പം ഒരു മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു എന്നിവർ നമ്മോടൊപ്പം തത്സമയം ചർച്ചകളിൽ ചേരുകയാണ്. ആദ്യം മായിൻ ഹാജിയിലേക്ക്. മായിൻ ഹാജി, ഇതിനകത്ത് ലീഗ് ബന്ധം കടന്നങ്ങനെ ഓടുകയാണ്. മാറാടിൽ തുടങ്ങിയ ബന്ധമാണ്. ചില വിയോജിപ്പുകളാണ് ഇപ്പോൾ സൂരജിനെ കുടുക്കാൻ കാരണം. ഇത്തരത്തിലൊക്കെ വാർത്ത വരുന്നല്ലോ. ഇല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഈ സൂരജ് മുസ്ലിം ലീഗുമായിട്ട് എന്താണ് ബന്ധം? എല്ലാ മുസ്ലിം ഉദ്യോഗസ്ഥന്മാരും മുസ്ലിം ലീഗിൻ്റെ ബന്ധുക്കളും മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കളുമാണ് എന്നൊരു തെറ്റായ നിർവചനം നടത്തിയിട്ട് സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം പോവുകയാണല്ലോ. അത് ഒരു ശരിയായ നിലപാടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗിന് ഈ ഉദ്യോഗസ്ഥനുമായി ഒരു ബന്ധവുമില്ലേ പ്രത്യേകമായിട്ട്. ഒരു ഉദ്യോഗസ്ഥൻ, ഗവൺമെൻറ്റിൽ പങ്കാളിത്തമുള്ള കക്ഷി, ഗവൺമെൻറ്റിൽ പങ്കാളിത്തമുള്ള മന്ത്രി എന്നൊക്കെയുള്ള എല്ലാവർക്കും ഉള്ളതുപോലെയുള്ള ഒരു ബന്ധത്തിലധികം TO സൂരജും മുസ്ലിം ലീഗുമായി ഒരു അടുത്ത ബന്ധം തെളിയിക്കാൻ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. നിങ്ങൾക്ക് കുറേ സമയം കുറേ ദിവസമൊക്കെ പുകമറുണ്ടാക്കാന്നല്ലാതെ ഒരു ശക്തിക്ക് അത് തെളിയിക്കാൻ സാധിക്കുകയില്ല. അത് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആരെയും. അങ്ങനെ ഒരു ശ്രീ മായിൻ ഹാജി, അത്തരത്തിലുള്ള ആശങ്ക താങ്കൾ പെടേണ്ടതില്ല. അങ്ങനെ എല്ലാവരെയും അല്ല, TO സൂരജിനെയാണ് ഇത്തരത്തിൽ പറയുന്നത്. അതിന് കാരണമുണ്ട്. മാറാട് കേസുമായി ബന്ധപ്പെട്ട് അന്ന് TO സൂരജ് കരഞ്ഞതൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ റിപ്പോർട്ടിലെ പരാമർശം താങ്കളും PP മൊയ്തീനെയും ഒക്കെ പരാമർശിച്ചിരുന്നു. അതൊക്കെ വേറെ വിഷയം, അതൊക്കെ പൊളിറ്റിക്കലായ വിഷയം. ഇവിടെ TO സൂരജ് അത്തരത്തിൽ ഇടപെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് അവിടെ നിന്ന് തുടങ്ങുന്നു കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കേസ്. അങ്ങനെ ഒട്ടനവധി വിജിലൻസ് കേസ് ജോമോൻ പുത്തമ്പുരയ്ക്കലൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയ ആളാണ്. അതിലേക്കൊക്കെ പോകാം. ഇങ്ങനെ ഇത്തരത്തിൽ കാര്യങ്ങൾ വരുന്നു. റിലയൻസിൻ്റെ കേബിളുമായി ബന്ധപ്പെട്ട്, കേബിൾ റോഡുകളിൽ കുഴിച്ചിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഫയലിൽ മന്ത്രി അറിയാതെ ഒപ്പിടുന്നു. അവിടെ മുതൽ ലീഗുമായി സൂരജ് തെറ്റുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നു. അതിനെയൊക്കെ ഈ ആശങ്കയുടെ പുകമറ സൃഷ്ടിച്ച് ലീഗും തള്ളിക്കളയാൻ നോക്കരുത് എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാനതിൻ്റെ കൃത്യമായ വിവരം ഡാറ്റ സഹിതം താങ്കൾക്ക് തരാം. താങ്കൾ അതിന് എനിക്ക് സമയം അനുവദിക്കണം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വാട്ടിന് പോകും പറഞ്ഞുതരാം. ഞാൻ അതിന് സമയം താങ്കൾ അനുവദിക്കണം. റിലയൻസിൻ്റെ 4G കേബിളുകൾ PWD റോഡിൽ ഇടുന്നത് സംബന്ധിച്ച് TO സൂരജ് 2013 GOMS 88 ഒരു ഉത്തരവ് ഇറക്കുകയും ആ ഉത്തരവിൻ്റെ സാധൂകരണത്തിന് വേണ്ടി മന്ത്രിക്ക് ഫയൽ അയക്കുകയും ചെയ്തു. മന്ത്രി അത് വന്നപ്പോൾ മന്ത്രിയോട് മുൻകൂട്ടി ചോദിക്കാതെ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയതിൻ്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ മന്ത്രി കൊടുത്ത് ചീഫ് സെക്രട്ടറിക്കാണ്. ചീഫ് സെക്രട്ടറി ആ കാര്യം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സൂരജ് എന്ന സെക്രട്ടറി അത് റദ്ദാക്കി. ആ ഉത്തരവ് റദ്ദാക്കിയത് 2/1/2014. ഇത് മന്ത്രി അറിയാതെ ചെയ്തു എന്നല്ല, മന്ത്രിയോട് ചോദിക്കാതെ മുൻകൂട്ടി ഉത്തരവിറക്കാൻ IAS-കാരനായ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾ IAS-കാരോട് ചോദിക്കൂ. എന്നിട്ട് റെക്ടിഫിക്കേഷന് വേണ്ടി മന്ത്രിക്ക് അയക്കും. മന്ത്രി റാറ്റിഫൈ ചെയ്ത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുകയോ ചെയ്യും. ഈ മന്ത്രി സത്യസന്ധനും രാജ്യത്തിൻ്റെ താല്പര്യം നോക്കുന്ന ആളായതുകൊണ്ടും റിലയൻസ് പോലെയുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് ഇത്തരത്തിലുള്ള അനുമതി കൊടുത്തതിലുള്ള അസാംഗത്യത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടത്. എന്നതിന് ശേഷം ഈ മന്ത്രി റിലയൻസിന് ഇത് സംബന്ധമായി ഒരു ഉത്തരവും ഇന്നുവരെ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ആ മന്ത്രി സൂരജുമായിട്ട് എങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുക?
ശ്രീ മായിൻ ഹാജി ടി.ഒ. സൂരജ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നോക്കൂ, ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അറിയാതെ, മന്ത്രി അറിയാതെ, ബ്യൂറോക്രസിയിലെ ഒരു എക്സിക്യൂട്ടീവ് ഇത്തരത്തിൽ വലിയൊരു വിഷയം മൾട്ടിനാഷണൽ കമ്പനിയുമായി ഒപ്പിട്ട് എന്നുള്ളത് വിശ്വസിക്കാനാകുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മന്ത്രിയുടെ പിടിപ്പുകേടായി ആരെങ്കിലും വിലയിരുത്തിയാൽ അവരെ തെറ്റു പറയാനാകില്ല. അതവിടെ നിൽക്കട്ടെ, അത് താങ്കൾക്ക് മറുപടി പറയാം. പക്ഷേ ശ്രീ മായിൻ ഹാജി, ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ടി.ഒ. സൂരജ് അത്തരത്തിലൊരു കരാർ നൽകി. ഇന്ന് ടി.ഒ. സൂരജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പീപ്പിൾ ടി.വിയുടെ തന്നെയാണ് അദ്ദേഹം അത് പ്രതികരിച്ചത്. അതായത് ഈ റിലയൻസിൻ്റെ ആ കരാർ മന്ത്രി ഇടപെട്ട് റദ്ദാക്കി. മന്ത്രി ഉംറയ്ക്ക് പോയ സമയത്തായിരുന്നു അത് റദ്ദാക്കി. പക്ഷേ പിന്നെയും റിലയൻസ് വ്യാപകമായി ഇത്തരത്തിൽ റോഡ് കുഴിച്ചിടുന്നുണ്ട് എന്നൊരു വാക്ക് അവിടെ ടി.ഒ. സൂരജ് പറയുക വഴി മന്ത്രിക്കൊരു കുത്താണ്. ഇതാണ് നിങ്ങൾ തമ്മിലുള്ള ഭിന്നത ഇപ്പോൾ പുറത്തു കാട്ടാനുള്ള വാർത്തകളുടെ സ്രോതസ്സായി ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. മായിൻ ഹാജി, ഞാൻ അതിന്റെ മറുപടി പറയാം. അത് മന്ത്രിക്കുള്ള കുത്തായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. കാരണം ഇവിടെ ഈ മന്ത്രി അത് റദ്ദാക്കുകയല്ല ചെയ്തത്. ഇങ്ങനെ മന്ത്രിക്ക് മുൻകൂട്ടി മന്ത്രിയുടെ അംഗീകാരമില്ലാതെ ഇങ്ങനെ ഉത്തരവിറക്കാനൊക്കെ IASകാർക്ക് അധികാരമുണ്ട്. എന്നിട്ട് മന്ത്രിയുടെ റാറ്റിഫിക്കേഷൻ വാങ്ങി വെച്ചാൽ മതി. അത് ഭരണഘടനായ ഒരു ക്രമമാണ്. പക്ഷെ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനിയുമായുള്ള ഇടപാട് ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും അസാംഗത്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചീഫ് സെക്രട്ടറി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ടി.ഒ. സൂരജ് തന്നെ അത് റദ്ദാക്കി. ടി.ഒ. സൂരജ് റദ്ദാക്കിയത് 1/1/2014 ഒരു ഉത്തരവിലാണ്. ഇപ്പോ പൊതുമരാമത്ത് വകുപ്പല്ലേ ഇത് കൊടുത്തത്. സൂരജ് കൊടുത്തതിന്റെ കുത്ത് മന്ത്രിക്കല്ല. ഞാൻ പറയട്ടെ, ഈ കാര്യം സംബന്ധിച്ച് IT ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റാൻഡിംഗ് ഉത്തരവുണ്ട്. അതാണ് ഈ റിലയൻസ് കമ്പനി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവ് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഉത്തരവ് GOMS നമ്പർ 2/2001, അതായത് 20/1/2001 അന്നത്തെ IT വകുപ്പ് 20/1/2001 UDF അല്ല അവിടെ ഭരിക്കുന്നത്, നായനാരുടെ ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവ് പിന്നീട് ആ ഉത്തരവിനൊരു പുതുക്കലും കൂടിയും അതേ ഉത്തരവ് ഒന്നുകൂടി പുതുക്കി ബലപ്പെടുത്തി കൊടുത്ത വേറൊരു ഉത്തരവുണ്ട് ഇവിടെ. GOMS 16/2010 ITD 30/4/2010. അന്ന് UDF അല്ല അവിടെ ഭരിക്കുന്നത്. അന്ന് IT മന്ത്രി ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അവർകളാ. ഇതിന്റെ ബലത്തിൽ കേരളത്തിലുള്ള റോഡുകളൊക്കെ ഈ നിയമപരമായ ബലത്തിൽ ഗവൺമെന്റിന് റദ്ദാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഉത്തരവ് വെച്ച്, 2 ഉത്തരവുകൾ വെച്ച് റിലയൻസ് ഇന്ന് കുഴിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കാര്യങ്ങളാണ് ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഗവൺമെന്റിനോ മുസ്ലിം ലീഗിന്റെ പൊതുമരാമത്ത് മന്ത്രിയായ ശ്രീ പവിത്രനായ ഇബ്രാഹിം കുഞ്ഞിനോ അതിൽ യാതൊരു പങ്കുമില്ല. ഇബ്രാഹിം കുഞ്ഞ് പവിത്രനാണ് എന്ന് മായിൻ ഹാജി പറയുന്നു. തീർച്ചയായും ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതിനെ രാഷ്ട്രീയമായി നിരീക്ഷിക്കുമ്പോൾ പവിത്രനായ ഈ ഇബ്രാഹിം കുഞ്ഞ് അറിയാതെ ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് ടി.ഒ. സൂരജ് പോകുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏറെക്കാലം ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു. ആ രീതിയിൽ തന്നെയാണോ ഇത് കാണേണ്ടത്? മറിച്ച് ഒരു രാഷ്ട്രീയ ഇടപെടലുകളുടെ തുടർച്ചയായി വരുന്ന അഭാവത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഈ IPS IASകാരനിൽ എത്തി നിൽക്കുന്ന ഒരു അഴിമതിയുടെ മഹാകഥ, എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയമായി നിരീക്ഷിക്കേണ്ടത്? ഈ സൂരജിൻ്റെ കാര്യത്തിനകത്ത് വ്യത്യസ്ത ഘടകങ്ങൾ ഒത്തുചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഏത് ഘടകമാണ് ഈ ആസന്ന നിമിഷത്തിൽ ഫലപ്രദമായി പ്രവർത്തിച്ചത് എന്ന് ഇഴതിരിച്ച് പറയാൻ കഴിയാത്ത വണ്ണം വന്നവരും നിന്നവരും പോയവരുമൊക്കെ അഴിമതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആർക്ക് വേണ്ടി എപ്പോൾ ഏത് നിലവാരത്തിലുള്ള അഴിമതിയാണ് ഇദ്ദേഹം കാണിച്ചത്, ആർക്ക് വേണ്ടി എന്ത് സൗജന്യമാണ് ചെയ്തത് എന്നൊന്നും ഇഴപിരിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥ സംഭവിച്ചിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിന് എന്ന് മായിൻ ഹാജി സമ്മതിക്കില്ല. അങ്ങനെ സമ്മതിക്കുമ്പോഴാണ് പലതരം ഘടകങ്ങൾ ചേർന്നിരിക്കുന്നു എന്ന് പറയാം. ശ്രീ മായിൻ ഹാജി തന്നെ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പം ഇത്തരം പഴയ ഒരു IT നിയമം അതിൻ്റെ സാധുത നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോഴും റിലയൻസിന് അത് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുമ്പം അങ്ങനെയാണെങ്കിൽ സൂരജ് ഒപ്പിട്ട ആ കരാറിന് എന്ത് പ്രസക്തിയാണുള്ളത്? മന്ത്രിയുടെ അഭാവത്തിൽ അദ്ദേഹം അത് ഒപ്പിട്ട് കൊടുക്കുന്നു, അത് നിയമമാകുന്നു. അങ്ങനെ ചെയ്യുന്നത് റാറ്റിഫൈ ചെയ്താൽ മതിയായിരുന്നു ഒന്നുകിൽ, ഇല്ലെങ്കിൽ അതേ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നു. അന്വേഷണം ആവശ്യപ്പെടുന്നത് ചീഫ് സെക്രട്ടറി, അതാണ് അതിൻ്റെ ശൈലി. ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം അത് റദ്ദാക്കാൻ പറയുന്നു, റദ്ദ് ചെയ്യുകയും ചെയ്യുന്നു. റദ്ദ് ചെയ്തതിന് ശേഷം സൂരജ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും അത് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് സൂരജ് ഒപ്പിട്ട ഒരു ഉത്തരവ് മാത്രമാണ് റദ്ദാക്കിയിരിക്കുന്നത്. സൂരജിനെ റദ്ദാക്കുകയും
അത് നിർബാധം റിലയൻസിനെ കുഴിച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യപരമായ ഘടകം ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വകുപ്പ് മന്ത്രിക്ക് സൂരജിനോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കപ്പെടുന്നതായി മാലോകർക്ക് തോന്നിപ്പോകുന്നു. പക്ഷെ അപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും അറിയുന്നില്ല സൂരജിൻ്റെ വീട്ടിലെ വിജിലൻസ് റെയ്ഡ് എന്നതാണ്. അദ്ദേഹം അറിയണം നിർബന്ധമൊന്നുമില്ല. മുഖ്യമന്ത്രിയും അറിഞ്ഞില്ല. എല്ലാവരും പറയുന്നത് അറിഞ്ഞില്ല എന്നാണ്. ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല, വകുപ്പ് മന്ത്രിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട സെക്രട്ടറിയുടെ വീട്ടിൽ ഒരു റെയ്ഡ് വരുന്നത് സത്യത്തിൽ സൂരജിനെതിരെ ധാരാളം ആക്ഷേപങ്ങൾ പിന്നെ താങ്കൾ സൂചിപ്പിച്ചത് മാതിരി തന്നെ ധാരാളം അജിം ഷാദ് പറഞ്ഞതുമാതിരി തന്നെ ധാരാളം ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി. അത് നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുമ്പോഴൊന്നും ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഭാഗമായ യാതൊരു റെയ്ഡും നടക്കാതിരിക്കുകയും വളരെ പിവട്ടലായി കഴിഞ്ഞ ദിവസം മാത്രം രാവിലെ ആരും അറിയാതെ പൊടുന്നനെ ഉണ്ടോണ്ടിരുന്ന നായർക്കൊരു ഉൾവിളി മാതിരി വിജിലൻസ് ഇദ്ദേഹത്തിൻ്റെ വീടുകളും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ട്? അതേ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പിന്നീട് വരികയുണ്ടായ അജിം ഷാ. സത്യത്തിൽ അതിന് ആസന്ന പ്രേരണ വന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിക്ക് സംഭവിക്കാവുന്ന ചില അപകടങ്ങൾ, അപജയങ്ങൾ അതിനെ ഫലപ്രദമായി ചെറുക്കുന്നതിന് വേണ്ടിയാണ് എന്ന വാർത്തയും ഇപ്പോൾ വന്നിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി അതറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് എന്താണ്? റെയ്ഡ് നടക്കുന്നു. റെയ്ഡ് നടക്കുന്ന ദിവസത്തിന് വളരെ പ്രസക്തിയുണ്ട്. ആ ദിവസം തന്നെയാണ് കളമശ്ശേരി ഭൂമി ഇടപാടുമായി ബന്ധിപ്പിച്ച് CBI മൊഴിയെടുക്കാൻ സൂരജിനെ വിളിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം. അങ്ങനെ വന്നാൽ സൂരജിന് പലതും പറയേണ്ടി വരും. CBIയെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അന്വേഷണമായിരിക്കുന്നത് കൊണ്ട് കോടതി നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് രേഖകൾ മുഴുവൻ സംസ്ഥാന സർക്കാർ എതിർത്തിട്ട് പോലും പിടിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് ഈ കാര്യത്തിൽ സൂരജിനും രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആരുടെയൊക്കെ പേര് പറഞ്ഞിരിക്കാം, ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കാം. അത്തരമൊരു ഇഷ്ടപ്പെടാത്ത അന്തരീക്ഷം രൂപപ്പെടുന്നതിൽ തന്ത്രപരമായി ഒഴിയുക, ഇത് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രവർത്തന ശൈലിയാണ്. എപ്പോഴും അദ്ദേഹത്തിന് ക്രൈസിസ് ഉണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും. ആ മാനേജ്മെന്റ് തന്നെ വീണ്ടും ക്രൈസിസ് ആവും. ഇങ്ങനെ ക്രൈസിസിലൂടെയും മാനേജ്മെന്റിലൂടെയും മുന്നോട്ട് പോവുകയും അധികാരം വിട്ടാൽ ആ നിമിഷം പുലിയുടെ വാല് മാതിരിയാ, അപ്പോൾ പുലി തിരിച്ചു കടിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ച് സ്വയംകൃത അനർത്ഥത്തിലെത്തി നിൽക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ആത്മരക്ഷാർത്ഥം ഒരുപക്ഷെ സൂരജിനെ ഈ നിലയ്ക്കുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന നിലയ്ക്കുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. മൈൻ ഹാജിക്ക് അതും ആലോചിക്കാവുന്നതാണ്. സാധ്യതകൾ രണ്ടാമത്തത്. തീർച്ചയായും ശ്രീ PS സലീം പ്രൗഢഗംഭീരമായ വാക്കുകൾ നിരത്തി ഭാസുരേന്ദ്ര ബാബു നിരീക്ഷിച്ചതിൽ ഒട്ടേറെ ആരുകളുണ്ട്, ഒട്ടേറെ മുനകളുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു. അതായത് മുഖ്യമന്ത്രി കടകംപള്ളി ഭൂമിയുമായി ബന്ധപ്പെടുത്തി, കളമശ്ശേരി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി CBI ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരുന്ന ദിവസം തന്നെ TO സൂരജിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. മുഖ്യമന്ത്രിക്കെതിരെ കാര്യങ്ങൾ തിരിയുന്നു. ഒന്ന്. രണ്ട്, മാണിയെ ഒതുക്കി ഇനി ലീഗിനെ ഒതുക്കാൻ ഒരാരിരിക്കട്ടെ എന്ന രീതിയിലുള്ള വാദങ്ങൾ. ഇത്തരത്തിൽ കോൺഗ്രസും മുഖ്യമന്ത്രിയും തന്നെ ഇതിന്റെ പ്രതിക്കൂട്ടിലേക്ക് എത്തപ്പെടുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, നിരീക്ഷണങ്ങൾ, വാർത്തകൾ ഒക്കെ സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനായി ശ്രീ PS സലീം. ഞാൻ കേട്ട് തരിച്ചു നിൽക്കുകയാണ്. ഭാസുരേന്ദ്രബാബുവിനെ പോലെയുള്ള കേരളത്തിലെ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിൽ പോലും കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളെ കുറിച്ച് ഒരു നിഷ്പക്ഷമായ അഭിപ്രായം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എന്ത് കേരളം മുഴുവൻ ഇന്ന് ഈ ഗവൺമെന്റിന്റെ സുതാര്യതയെ, നിഷ്പക്ഷതയെ അഭിനന്ദിക്കുന്ന ഒരു വലിയ ഇവന്റ് സംസ്ഥാന ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ ഒരു റെയ്ഡ് നടത്താൻ, ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്താൻ ആർജവം കാണിച്ച കേരള പോലീസിന്റെ വിജിലൻസ് സംവിധാനത്തിന്റെ ഒരു നിഷ്പക്ഷത, സുതാര്യത, അതായത് കേരളത്തിലെ ഒരു നിയമവാഴ്ച ഉറപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കേരള സമൂഹം മുഴുവൻ അഭിനന്ദിച്ച ഒരു വലിയ ഇവന്റ് ആണ് നടന്നത് കേരളത്തിൽ. ഇത് ഇസ് എ ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി ഓഫ് കേരള. അതിന് ഈ ഭാസുരേന്ദ്ര ബാബു ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു തിരക്കഥ രചിച്ച് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യാഖ്യാനം നൽകി എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു കേരളത്തിൽ ഇത്തരം ഒരു അഴിമതിക്കെതിരായി അതിശക്തമായി പ്രതികരിക്കാൻ കാത്തു നിൽക്കുന്ന
ഒരു ജനസമൂഹത്തിന് ആവേശം പകരുന്ന ഒരു നടപടി ഉണ്ടായപ്പോൾ ഞാൻ ഇതിൽ ടി.ഒ. സൂരജിനെതിരായ അധികമായി ഒന്നുമല്ല. പക്ഷെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു ഷെയ്ഡി ക്യാരക്ടറായിട്ട് നാളുകളായി കേരള സമൂഹത്തിൽ പക്ഷേ ഒട്ടനവധി ആരോപണങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ് ടി.ഒ. സൂരജ്. അന്നൊക്കെ ക്ലീൻ ചീറ്റ് കൊടുത്തു. CB മാത്യൂസ് ഒക്കെ വരുന്ന ഘട്ടത്തിൽ തന്നെ ഇത് കണക്ക് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ടി.ഒ. സൂരജിനെതിരെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ മാത്രം വകുപ്പ് മന്ത്രി അറിയാതെ, മുഖ്യമന്ത്രി പോലും അറിയാതെ, ആഭ്യന്തരമന്ത്രി അറിഞ്ഞു ഇത്തരത്തിലൊരു കാര്യങ്ങൾ നടത്തി എന്ന തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എങ്ങനെ? അല്ലെ അജിത്, മുഖ്യമന്ത്രി അറിഞ്ഞോ ആഭ്യന്തരമന്ത്രി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അത് നടന്നു എന്നുള്ളതാണ് പ്രശ്നം. തീർച്ചയായും അതിനകത്തൊരു യുക്തിയുണ്ട്, അതിനകത്തൊരു വളരെ ശക്തമായൊരു യുക്തിയുണ്ട്. ശ്രീ PS സലിം ദയവായി നിൽക്കുക. ജോമോൻ പുത്തൻപുരയ്ക്കലേക്ക്. ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ, ഇത്തരത്തിൽ താങ്കൾ VE 13/2004, VC 03/2007, NRK VE 10/2007, KKD ഇത്തരത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിലെ തിരിമറി, കോഴിക്കോട് ഗവൺമെന്റ് ആശുപത്രിയുമായി ജനറൽ ഹോസ്പിറ്റലുമായി നടന്ന ക്രമക്കേടുകൾ, മണൽക്കടത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ടി.ഒ. സൂരജിന്റെ പേര് വലിച്ചിഴക്കിച്ചത്, ഇങ്ങനെ ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങളെ സംബന്ധിച്ച് ഷാർപ്പായ ചോദ്യങ്ങൾ നിരത്തി ഭരണകൂടത്തോട് വിവരാവകാശ രേഖ പ്രകാരം താങ്കൾ ചോദിക്കുകയുണ്ടായി. അതിലൊക്കെയും ഇത്തരത്തിൽ അതിൻ്റെ പുരോഗതി എങ്ങനെ അതൊക്കെ താങ്കൾ പറയണം. പക്ഷേ ഇത്തരത്തിലൊരു കേസ്, വിജിലൻസ് കേസ് ടി.ഒ. സൂരജിനെതിരെ ഇല്ല. ഇങ്ങനെ താങ്കൾക്ക് മറുപടി നൽകുന്നു. ഈ ഘട്ടത്തിലാണ് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലൊരു ആർജവം കാണിച്ചത്, ഈ ഒരു IAS ഓഫീസറുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ. അതിനെ ആ രീതിയിലാണോ പരിഗണിക്കേണ്ടത്? ആ രീതിയിലാണോ ചർച്ച ചെയ്യേണ്ടത്? ജോമോൻ പുത്തൻപുരയ്ക്കൽ. എനിക്ക് പറയാനുള്ളത്, ടി.ഒ. സൂരജിനെതിരെ 2007 10 വർഷങ്ങൾക്ക് മുമ്പ് 2004 മുതൽ വളരെ ഗൗരവമേറിയ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ 4 കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ വിജിലൻസ് അന്വേഷണം നടത്തിയതിന് ശേഷം അത് കേസ് രജിസ്റ്റർ ചെയ്യാൻ അന്നത്തെ 2007 അന്നത്തെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ശ്രീ CB മാത്യൂസ് ഉത്തരവിട്ടതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ വിജിലൻസ് ഡയറക്ടർ അന്ന് CB മാത്യൂസ് ആയിരുന്നു. CB മാത്യൂസ് ആയിരുന്നു 2007 വിജിലൻസിൻ്റെ ഡയറക്ടറുടെ അധിക ചുമതല അദ്ദേഹത്തിനായിരുന്നു കൊടുക്കുന്നത്. അദ്ദേഹമാണ് ആ ഫയലിൽ ഉത്തരവിട്ടത് 4 കേസുകളും ടി.ഒ. സൂരജിനെ പ്രതിയായിട്ടുള്ള കേസ് പ്രാഥമിക അന്വേഷണ ഘട്ടം കഴിഞ്ഞ് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടിരുന്ന് കേസ് നിലനിൽക്കെ അതിനുശേഷം കഴിഞ്ഞ വർഷം 22/11/2013 കഴിഞ്ഞ വർഷം നവംബർ 22-ാം തീയതി വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി സൂരജിനെതിരെയുള്ള വളരെ സീരിയസ് ആയിട്ട്, അതായത് കോഴിക്കോട് ജില്ലാ കളക്ടറായിരിക്കെ അദ്ദേഹം അവിടെ വളരെ ഗുരുതരമായ 3 ആരോപണങ്ങൾ, അതായത് അവിടുത്തെ ആശുപത്രിയിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ അഴിമതി നടത്തിയതും, അതുപോലെ തന്നെ മണൽ മാഫിയ സംബന്ധിച്ച് വാഹനം പിടിച്ചെടുത്തതിന് കൈക്കൂലി ചോദിച്ചു. അതുപോലെ തന്നെ അവിടെ വേറെ 1,24,000 സിസ്റ്റം രൂപ കൃത്യമായ ഒരു എമൗണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉൾപ്പെടെ കൈക്കൂലി ചോദിച്ചത് പല കേസുകൾ 610 എങ്ങനെ ചോദിച്ച ഈ കേസുകളെല്ലാം ടി.ഒ. സൂരജിനെ പ്രതിയായിട്ടുള്ള കേസുകൾ എഴുതി തള്ളുന്നതിന് വേണ്ടി വിജിലൻസ് ഡയറക്ടറേറ്റിൽ ഒരു നീക്കം നടത്തി കഴിഞ്ഞ 1.5 വർഷം മുമ്പ് നീക്കം നടത്തിയ വിവരം മനസ്സിലാക്കി. അതായത് കൃത്യമായി പറയുകയാണ്, ശ്രീ ടി.ഒ. സൂരജുമായി അടുത്ത ബന്ധമുള്ള വിജിലൻസ് ഡയറക്ടർ ഓഫീസിൽ വിജിലൻസ് ഡയറക്ടറെ പോലും നിയന്ത്രിക്കുന്ന അബ്ബർ ഷാ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ, ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു. അദ്ദേഹത്തെ ഈ സൂരജിൻ്റെ ഭാര്യ പിതാവ് ഏതാണ്ട് CB ഡയറക്ടറെ 2G കേസിൽ പ്രതികൾ വന്ന് കണ്ട പോലെ ഒരു 50 പ്രാവശ്യമെങ്കിലും മിനിമം വന്ന് കണ്ടതായി വിജിലൻസ് ഡയറക്ടറുടെ ഓഫീസിലെ സന്ദർശന ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ന് കണ്ട് സ്വാധീനിച്ച് ഈ കേസുകളെല്ലാം റെഫർ ചെയ്യാൻ സർക്കാരിലേക്ക് എഴുതി കൊടുത്തു അബ്ബർ ഷാ. അപ്പോൾ അതിനെ തുടർന്നാണ് അബ്ബർ ഷായെ റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ മന്ത്രി മുനീറിൻ്റെ ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ വെച്ചിരിക്കുക. മുനീറിൻ്റെ കേസും ഇതുപോലെ വിജിലൻസ് കേസ് എഴുതി തള്ളിയതിൻ്റെ പേരിലാണ്. അപ്പം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച വിജിലൻസ് മാത്യൂസിനെതിരെ ചില വൈരാഗ്യ നടപടികൾ അതിൻ്റെ പേരിൽ ടി.ഒ. സൂരജിന് ഉണ്ടായിരുന്നു എന്നും വാർത്തയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾക്കറിയാമെങ്കിൽ അക്കാര്യങ്ങൾ കൂടി പറയാം. ആ വാർത്തയല്ല,
സി വി മാത്യൂസ് നേരിട്ടും അല്ലാതെ മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വിജിലൻസ് കോടതിയിൽ കൊടുപ്പിക്കുന്നതിന് പിന്നിൽ കെ ജോഷുവയുടെ ഒപ്പം ടി ജെ സൂരജും ഉണ്ടെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. വസ്തുപരമായി കാര്യങ്ങൾ ആരോപണം വന്നത്. അപ്പം അങ്ങനെ വന്ന സൂരജിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതിനു മുമ്പ് രാഷ്ട്രീയ കാരണങ്ങളാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷണം കിട്ടിയിരുന്നു. ഇപ്പോൾ എന്തായാലും എൻ്റെ സുഹൃത്ത് ശ്രീ മോജിൻ ഗാജി ഉൾപ്പെടെയുള്ള ലീഗ് നേതൃത്വം ടി ഒ സൂരജിനെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്ന് ഇവിടെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ PWD മന്ത്രിയുമായി ശ്രീ ഇബ്രാഹിം കുഞ്ഞുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഇന്നല്ല, ഒരു വർഷം മുമ്പേ സൂരജ് ആയി സംസാരിച്ച പല കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ഒരു താല്പര്യം കാട്ടുന്ന വിധത്തിലല്ലെന്ന് ശ്രീ PWD മന്ത്രിയുടെ സംസാരത്തിൽ നിന്നും എനിക്ക് ബോധ്യമായി. അപ്പം സൂരജിനെ ഇനി രാഷ്ട്രീയമായി സഹായിക്കുവാൻ അപ്പോൾ ഒന്ന് ഇതുവരെ രാഷ്ട്രീയമായി സൂരജിന് സംരക്ഷണം ലഭിച്ചിരുന്നു. അങ്ങനെ സംരക്ഷണം നൽകാൻ ഉള്ള ഘട്ടം എങ്ങനെ കഴിഞ്ഞു? ചോദ്യങ്ങൾ ഉയരുകയാണ്. 3, നേരത്തെ ജോമൻ പുത്തൻപുരയ്ക്കൽ ഉന്നയിച്ചതുപോലെ അത്തരത്തിൽ ഏത് ഘട്ടത്തിലും ടി ഒ സൂരജിനെ ഇനി സംരക്ഷിക്കില്ല എന്ന് മായിൻ ഹാജിയോ ലീഗോ പറഞ്ഞിട്ടില്ല. അത് വേണമെങ്കിൽ മായിൻ ഹാജിയോട് തന്നെ നമുക്ക് ചോദിക്കാം. ശ്രീ മായിൻ ഹാജി, അങ്ങനെ ടി ഒ സൂരജ് കുറ്റക്കാരനാണെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ കറപ്റ്റഡ് ആണ് എന്നും ലീഗിന് ബോധ്യമായിട്ടുണ്ടോ? സംരക്ഷിക്കുകയില്ല ഒരു ഘട്ടത്തിലും, അങ്ങനെയാണോ ലീഗ് പറഞ്ഞിട്ടുള്ളത്? ശ്രീ മായിൻ ഹാജി. ഇല്ല, ലീഗ് ഈ ടി ഒ സൂരജ് എന്ന IAS ഉദ്യോഗസ്ഥനെ ഒരു ഘട്ടത്തിലും വഴിവിട്ട് സഹായിക്കുകയോ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തുകയോ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം മുസ്ലിം ലീഗിനില്ല. അല്ല, അത്തരത്തിൽ ശ്രീ മായിൻ ഹാജി താങ്കളുടെ പ്രതികരണം സമഗ്രമാകാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. അതായത് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞതുപോലെ സിബി മാത്യൂസിന്റെ ഒക്കെ കോട്ടിങ്സും അങ്ങനെ അത്തരത്തിൽ കറപ്റ്റഡ് ആയ കരിനിഴൽ വീണ ഒരു വ്യക്തി എങ്ങനെ മരാമത്ത് സെക്രട്ടറി ആകുന്നു? അല്ല, അംജിത് ഷാദ്, താങ്കൾ ഇതിൻ്റെ ഒരു ഘടന മനസ്സിലാക്കണം. ഈ സെക്രട്ടറിമാരെയും മറ്റുമൊക്കെ നിയമിക്കുന്നത് പൊതുഭരണ വകുപ്പാണ്. അതൊന്നും മരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നിയമനമല്ല. പൊതുഭരണ വകുപ്പ് നിയമിക്കുകയും ക്യാബിനറ്റിൽ പൊതുവായി ഡിസ്കസ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നതാണ്. ഈ ടി ഒ സൂരജിന് ഇങ്ങനെ ഒരു ബയോഡാറ്റ ഉള്ളതിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിക്കോ അങ്ങനെ ഒരു ധാരണ നേരത്തെയും ഇല്ല. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തട്ടെ, വിജിലൻസ് പറയട്ടെ. നമ്മൾ അതിന്റെ ഇടയിൽ ഒരു വിധി പറയേണ്ട ആളുകളല്ലല്ലോ. അതിന് മുസ്ലിം ലീഗ് തയ്യാറല്ല ഇതിലൊരു വിധി പറയാൻ. വിജിലൻസ് അന്വേഷിക്കട്ടെ. ശ്രീ മായിൻ ഹാജി, ക്യാബിനറ്റോ മന്ത്രിമാരോ ഒന്നും ഇത് അറിഞ്ഞ് മായിൻ ഹാജി പറയുമ്പോൾ ഇവിടെ ഉറക്കെ ചിരിക്കുന്നു ശ്രീ ഭാസുരേന്ദ്ര ബാബു. അതിന്റെ അർത്ഥം എന്ത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അങ്ങനെയാണ്, അതായത് ഒരു നിഷ്പക്ഷമായ IAS-കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോലീസിനെ കയറ്റിവിടാൻ അധികാരം ഉപയോഗിച്ച അല്ലെങ്കിൽ ആർജവം കാണിച്ച ഒരു സർക്കാരിനെ കുറിച്ചാണ് താങ്കൾ ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നത്. 1. 2, മായിൻ ഹാജി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില ലീഗിൻ്റേതായ വശങ്ങളുണ്ട്, ഇബ്രാഹിം കുഞ്ഞിൻ്റേതായ വശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ളവയ്ക്ക് താങ്കളുടെ മറുപടി? അഴിമതിക്കെതിരെ നിലപാടെടുക്കുകയും അഴിമതിയിലേക്ക് സഞ്ചരിച്ചുവെന്ന് സംശയിക്കുകയും ചെയ്യുന്ന ഒരു IAS ഓഫീസറുടെ വീട് റെയ്ഡ് ചെയ്യുക, ആ റെയ്ഡിലൂടെ വലിയ വലിയ കാര്യങ്ങൾ പുറത്തേക്ക് വരിക, കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസ് തന്നെ പറയുക, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുക. ഇതൊക്കെ സാമാന്യനെ കേട്ടാൽ വളരെ ആവേശകരമായ അനുഭവമാണ് മിസ്റ്റർ സലീം. പക്ഷേ താങ്കളുടെ തന്നെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിന് ഇത് അപഹാസ്യമായ ഒരു അയഥാർത്ഥ നാടകം, വിലക്ഷണ നാടകമായി അധപ്പതിക്കുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ട് എന്ന് എനിക്ക് വിശദീകരിക്കാനാവും. കാരണം നമുക്ക് സോളാർ കേസ് മുതൽ നിങ്ങൾ എടുക്കാമല്ലോ. സോളാർ കേസ്, സലീം രാജിൻ്റെ ഭൂമി തട്ടിപ്പ് കേസ്, പിന്നീട് വന്നിരുന്ന ബാർ കോഴ കേസ്, ഈ കാര്യങ്ങളിലൊക്കെ കോടതിയോടെടുക്കുന്ന സമീപനം എന്താണ്? സുപ്രീം കോടതി 10 ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ കാര്യം സർക്കാരിന് അറിയില്ലേ എന്ന് ഇന്ന് കോടതി ചോദിക്കുകയുണ്ടായി. കോടതിയുടെ ആഭിമുഖ്യത്തിൽ മാത്രമാണ് വസ്തുതാപരമായ കാര്യങ്ങളെങ്കിലും പുറത്തേക്ക് വന്നത്. കോടതിയെ എങ്ങനെ ഫലപ്രദമായി കബളിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. പല അനുഭവങ്ങൾ അങ്ങനെ വന്നതിന് ശേഷം. അതുകൊണ്ടാണ് ആദ്യത്തെ സംഭവമല്ല ഇത്. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും ആർജവം കാണിച്ച ഒരു മന്ത്രിസഭയെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ ഒരുപക്ഷെ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും ഊറിച്ചിരിക്കുന്നുണ്ടാകാം. കോടതികൾ നിരന്തരം ഭത്സനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ, വേണ്ട ജഡ്ജിമാർ പോലും ഊറിച്ചിരിക്കുന്നുണ്ടാകും ഇത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയല്ല സത്യം. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സലീം നമുക്ക് സന്തോഷിക്കാമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ
ഈ കേസ്, ഈ ഭൂമി ഇടപാട് കേസ്, അതിൻ്റെ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയ കോടതി ഉണ്ടല്ലോ, ആ കോടതി മുൻകൈയെടുത്താണ് ഇതെല്ലാം കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. അവർ തന്നെ അവരോധിച്ച ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ച് ഉമ്മൻചാണ്ടിയുടെ എക്സിക്യൂട്ടീവിന് അവർക്ക് വിശ്വാസമില്ലാതായി. അങ്ങനെയാണിത് കണ്ടെത്തിയത്. അന്ന് അവർ പറഞ്ഞത് ഇതുമായി ബന്ധിപ്പിച്ച് 30ഓളം ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെ താൽക്കാലിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പം ഒരു 1.5 ആളിനെ സസ്പെൻഡ് ചെയ്തു, ഒരു ഡെപ്യൂട്ടി തഹസീൽദാരെയും ഒരു വില്ലേജ് ഓഫീസറെയും. അതിനപ്പുറത്ത് ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെന്ന് കോടതി പറഞ്ഞപ്പോഴും ചെയ്തിട്ടില്ല. സത്യത്തിൽ 2007 മുതൽ അനുഭവങ്ങൾ വെച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ താഴെയായിരുന്നു താങ്കൾ ഇത് അവകാശപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലാത്തൊരാളുടെ കാര്യത്തിൽ താങ്കൾ അവകാശപ്പെടുമ്പോൾ ആ അവകാശവാദം അപഹാസ്യമാകുന്നു. പിന്നെ മോയിൻകുട്ടി രാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പല കാര്യങ്ങളും ഇങ്ങനെ വരുമ്പം അപ്പോഴല്ലേ അറിയുള്ളൂ. സൂരജിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന മന്ത്രി മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം, തെറ്റുകൾ പോലും സംഭവിക്കാം. പക്ഷേ 2007 മുതൽ മൊയ്ൻ ഹാജി ഈ നിലവാരത്തിൽ ഈ കരിനിഴലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷവും വഖഫ് ബോർഡിൻ്റെ ചുമതല കൂടി നൽകിയല്ലോ. വഖഫ് ബോർഡിൻ്റെ ചുമതല നൽകുമ്പോഴെങ്കിലും ഒരു നല്ല മുസ്ലിമായ താങ്കൾക്ക് ഇങ്ങനെ ഒരാളെ അവിടെ വെക്കരുതെന്ന് എന്തേ പറയാൻ കഴിഞ്ഞില്ല? അങ്ങനെ വരുമ്പോഴും ആ നിലപാടും സംശയാസ്പദമാകുന്നു. വഖഫ് ബോർഡിൻ്റെ ഭൂമി വിൽപ്പനയുടെ കേസിന് വരാനിരിക്കുന്നേ ഉള്ളൂ. മൊയ്ൻ ഹാജിക്ക് മറുപടി പറയുമ്പോൾ ധാരാളം വെള്ളം കുടിക്കുന്ന വേണ്ടി വരുന്ന നല്ല നാളുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ താങ്കൾ എടുക്കുന്ന നിലപാടിനകത്ത് ആത്മാർത്ഥതയെക്കുറിച്ച് ഒരു കേൾവിക്കാരൻ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ? ശ്രീ മൊയ്ൻ ഹാജി, വെള്ളം ഒരുപാട് കുടിക്കേണ്ടി വരും. ഒപ്പം ചില കാര്യങ്ങൾ മറുപടി പറയുമ്പോൾ താങ്കളുടെ മറുപടിയുടെ സമഗ്രതയ്ക്ക് വേണ്ടി ചേർക്കുന്നു. അതായത് മാണിക്കെതിരെ ഒരു കുത്തു കൊടുത്തു, ഇനി ലീഗിനെതിരെ ഇരിക്കട്ടെ എന്ന രീതിയിലാണ് സൂരജിനെ കൈകാര്യം ചെയ്തത് എന്നൊരു പക്ഷം പറയുന്നുണ്ട്. 1. 2, KPA മജീദൊക്കെ സൂരജിനെ സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന മറുപടി കൊണ്ടൊന്നും കാര്യങ്ങൾ തൃപ്തമാകുന്നില്ല എന്ന്. ലീഗ് ഇതിനകത്തേക്ക് വന്നത് മാറാട് കേസ് മുതൽ TO സൂരജിൻ്റെ ഒരു ലീഗ് ബന്ധം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉയരുന്നത് കൊണ്ടാണ്. ഇത്തരത്തിൽ സൂരജിനെതിരെ സസ്പെൻഷൻ പോലും ഈ ഘട്ടത്തിൽ എടുക്കാൻ മടിക്കുന്നത് ലീഗ് ചൊടിക്കുമെന്നതുകൊണ്ടാണ്. ഇത്തരത്തിൽ ഒട്ടനവധി വാർത്തകളാണ് വരുന്നത്. എങ്ങനെ മറുപടി പറയും ഹാജി? എനിക്കതിനൊക്കെ മറുപടി പറയാനുണ്ട്. ഇതിന് മറുപടി പറയാൻ ഒരു തുള്ളി പോലും വെള്ളം കുടിക്കണ്ട, ഒരു തുള്ളി പോലും വേർപ്പ് പൊടിയാതെ ഇതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയും. താങ്കൾ അതിന് അവസരം നൽകിയാൽ മതി. തീർച്ചയായിട്ടും മാറാട് കേസും ലീഗുമായി ബന്ധപ്പെടുത്തി കമ്മീഷൻ പോലും സൂരജിന്റെ പേര് പറഞ്ഞിട്ടില്ല. താങ്കൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. താങ്കൾ അത് വായിച്ചു നോക്കാത്തത് കൊണ്ടും ഇതിനെപ്പറ്റി പറയുന്നവരൊക്കെ അത് പഠിക്കാത്തത് കൊണ്ടും പറയുന്ന സൂരജിനെയും ലീഗുമായി ബന്ധപ്പെടുത്തി ഒരു വരി പോലും, ഒരു വാക്ക് പോലും, ഒരക്ഷരം പോലും. പക്ഷേ അതിനകത്ത് പരാമർശമുണ്ടായിരുന്നു സൂരജിനെതിരെ. അവിടുന്ന് പോലീസിനെ പിൻവലിച്ചത് അടക്കം സൂരജിനെതിരെ പരാമർശമുണ്ടായിരുന്നു. താങ്കൾക്കും PP മൊയ്തീനുമെതിരെ എന്നുള്ള നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റിയുണ്ട്. ഞാനത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതാൻ ഒരു ന്യായമുണ്ട് എന്നൊരു പരാമർശം എന്നെ പറ്റിയുണ്ട്. CPM-നെ സംബന്ധിച്ച് വ്യക്തമായി 3 പേജിൽ CPM-നെ സംബന്ധിച്ച് ബീച്ച് ഏരിയകളിൽ CPM ഉണ്ടാക്കുന്ന വർഗീയമായ ചേരിതിരിവ്, അതുപോലെ CPM-ന്റെ രാഷ്ട്രീയ മുതലെടുപ്പ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ 3 പേജ് വിശദമായ ഒരു പരാമർശമുണ്ട്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആകെ പരാമർശിച്ച രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ്, ഈ പാർട്ടിയാണ് അവിടെ പരാമർശിച്ചത്. പിന്നെ സൂരജിനെ സംബന്ധിച്ച് അധികാരപരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് പരാതിയുള്ളത്. പാർട്ടികളുമായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ ലീഗുമായോ ഏതെങ്കിലും പൊതുപ്രവർത്തകന്മാരുമായും ഒരു ബന്ധമില്ല. നിങ്ങൾ വെറുതെ കാടടിച്ച് വെടിവെച്ചിട്ട് നിങ്ങൾ മോശക്കാരനാവണ്ട, അതാ എനിക്ക് പറയാനുള്ളത്. പിന്നെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനിടയിൽ വഖഫ് ബോർഡിനെ തെരഞ്ഞെടുക്കാനുള്ള സമയമില്ല എന്നതുകൊണ്ട് 3 മാസത്തേക്ക് വഖഫ് ബോർഡിനെ നിയമിച്ചത് ഒരു ഉദ്യോഗസ്ഥനെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയിട്ട് ഒരു സാങ്കേതിക നടപടി മാത്രമാണിത്. ആ അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുവാനല്ലാതെ മറ്റ് യാതൊരു അധികാരവും അവിടെ ഇല്ല. അതിനും രേഖകൾ പരിശോധിച്ചാൽ അറിയാം. രേഖകൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ അതൊന്ന് പരിശോധിച്ചു നോക്കൂ. വിവരാവകാശം നിങ്ങൾക്ക് ഉപയോഗിക്കാലോ. ഇതൊന്നും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതെങ്ങനെ ചാർത്താൻ ശ്രമിച്ചാലും മുസ്ലിം ലീഗിന് അത് ബന്ധമേ ഇല്ല. പിന്നെ ഒരു കാര്യം, ബഹുമാനപ്പെട്ട വാസുരേന്ദ്ര ബാബു സാർ പറഞ്ഞല്ലോ, 2007 മുതൽ ഈ കരിനിഴലിൽ നിൽക്കുന്ന ഈ സൂരജിനെ സംരക്ഷിച്ചത് മുസ്ലിം ലീഗ് എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് വല്ലാതെ വാസുരേന്ദ്ര ബാബു സാറിനെ ഞാൻ ബഹുമാനിക്കുന്ന ആളാ.
അദ്ദേഹം മാർക്സിസ്റ്റ് പക്ഷപാതിയാണെങ്കിലും അദ്ദേഹം നിരൂപണത്തിലൊക്കെ മാർക്സിസ്റ്റ് പക്ഷപാതം കാണിക്കുമെങ്കിലും അദ്ദേഹം ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ്. CPM-ന് വേണ്ടി പറയുമ്പോൾ അതിനോട് തീർത്തും ആത്മാർത്ഥത പുലർത്തുന്ന ഒരു കാപട്യമില്ലാത്ത പച്ചയായ മനുഷ്യനാണ്. എനിക്ക് നല്ല ഒരു അഭിപ്രായമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറയാം 2007 മുതൽ കരിനിഴലിൽ നിൽക്കുന്ന ആൾ 2007 മുതൽ നീണ്ട 4 കൊല്ലം കേരളത്തിൻ്റെ വ്യവസായ വകുപ്പിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലൊന്നായ വ്യവസായ വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് ബാസുരേന്ദ്ര ബാബു സാറിൻ്റെ പാർട്ടി CPM-കാരനായ എളമരം കരീമിൻ്റെ കീഴിൽ ഈ സൂരജ് പ്രവർത്തിച്ചപ്പോൾ ഒരു വാക്കുരിയാടാൻ CPM-ന്റെ ആരെങ്കിലുമോ മന്ത്രിയോ ബഹുമാനപ്പെട്ട ബാസുരേന്ദ്ര ബാബു സാറ് തന്നെയോ ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഞാനിപ്പോൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അതൊക്കെ ഓർമ്മ ഉണ്ടാവും. വലിയ മറുതിയുള്ള ആളെന്നല്ലത് അദ്ദേഹം പുറത്തു പറയില്ല എന്നുള്ളൂ. ഇവിടെ വേർക്കേണ്ടി വരിക ഒരു മുസ്ലിം ലീഗുകാരനും ഈ കാര്യത്തിൽ വേർക്കേണ്ടി വരില്ല. മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രിക്കും വേർക്കേണ്ടി വരില്ല. മുസ്ലിം ലീഗിന്റെ ഒരു സാധാ പ്രവർത്തകന് പോലും വേർക്കേണ്ടി വരില്ല. ശ്രീ മായിൻഹാജി അല്ലാത്ത മന്ത്രിമാരുടെ മുഖത്തും കഴുത്തിലുമായിരിക്കും എന്ന കാര്യം ശ്രീ മായിൻഹാജി താങ്കൾ 2006 മുതൽ 2011 വരെയുള്ള LDF കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടി.ഒ. സൂരജിനെതിരെ ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നേരത്തെ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞതുപോലെ ഇങ്ങനെ സംശയാസ്പദമായ ഓരോ ഘട്ടവും വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇത്തരത്തിൽ മരാമത്ത് സെക്രട്ടറി ആക്കിയത് എങ്ങനെ? റിലയൻസുമായി ബന്ധപ്പെട്ട് മന്ത്രി അറിയാതെ ഒപ്പിട്ട ഒരാളിനെ ആ സ്ഥാനത്ത് പിന്നെ തുടരുന്നത് എങ്ങനെ? ഇങ്ങനെ ഒട്ടനവധി ചോദ്യം അപ്പോൾ ബദലായി ഉയരും. LDF-ന്റെ കാലഘട്ടത്തിൽ കുറിച്ച് താങ്കൾ പറയുന്ന ആർജവം ഇവിടെയും കൂടി കാണിക്കൂ എന്നൊരു പ്രേക്ഷകൻ സംശയം ചോദിച്ചാൽ. ഞാൻ എന്നൊരു പ്രേക്ഷകനല്ല, താങ്കളെ തന്നെ ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു സൂരജിന്റെ വീട്ടിൽ ഇന്നലെ റെയ്ഡ് നടന്നു. ഇന്ന് അതിന്റെ പത്രവാർത്തകൾ കണ്ടു. ഔദ്യോഗികമായി വിജിലൻസിന്റെ ഒരു റിലീസ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഒരു വിധി പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഊറിച്ചിറിച്ച ഒരു അസാമാന്യ കരുത്തിന്റെ ഉടമയാണ് താങ്കളും വാസുദേവേന്ദ്ര ബാബുവും. എന്നിട്ട് ഇപ്പോൾ പറയാണ് 2007 മുതൽ കരിനിഴലിൽ നിന്ന സൂരജിനെ നിങ്ങൾ എന്തുകൊണ്ട് സെക്രട്ടറി ആക്കിയെന്ന്? ഞങ്ങൾ സെക്രട്ടറി ആക്കിയ 2012 ഒക്ടോബർ മാസത്തിന്റെ ശ്രീ മായിൻഹാജി അത് വിടൂ, അതവിടെ ഇരിക്കട്ടെ. അവരുടെ പാർട്ടി നേതാക്കൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. സൂരജിനെതിരെ നടപടിയെടുക്കൂ, സസ്പെൻഷൻ ചെയ്യൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നു, VS അച്യുതാനന്ദൻ പറയുന്നു. ഇത്തരത്തിൽ അതവിടെ നിൽക്കട്ടെ, അതിന്റെ കാര്യങ്ങൾ അവരിലേക്ക് നമുക്ക് ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, മരാമത്ത് വകുപ്പിൻ്റെ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം മന്ത്രി ആലോചിക്കാതെ റിലയൻസ് പോലെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി ഒപ്പിട്ടു. അങ്ങനെ ഒപ്പിട്ട് അത് പിന്നെ റദ്ദാക്കേണ്ട അവസ്ഥ വരുന്നു. പിന്നീട് അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് ടി.ഒ. സൂരജ് ഏതോ ഒരു ആക്ഷേപം പറഞ്ഞു. അത് ഏത് ഘട്ടത്തിലാണെന്നൊന്നും എനിക്കറിയില്ല. വഖഫ് ബോർഡിന്റെ നിയന്ത്രണം ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. ഇവിടെയൊന്നും ലീഗ് എന്തേ ഈ വിഷയങ്ങളെ കുറിച്ച് ബോധവാന്മാരായില്ല? ഇതാണ് സംശയത്തിന്റെ ഒരു കാരണം. പറയൂ ശ്രീ മായിൻഹാജി. ഞാൻ പറഞ്ഞല്ലോ അജിത് ഷാദ്, ഞാൻ നേരത്തെ വളരെ വിശദമായി പറഞ്ഞു. ഇവിടെ IAS ഓഫീസറുടെ അധികാര പരിധിയിൽപ്പെട്ടതാണ് അവിടെ വരുന്ന ഫയലുകളിൽ സ്വന്തമായി തീരുമാനമെടുത്ത് അതിന്റെ റാറ്റിഫിക്കേഷന് മന്ത്രിക്കാക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് ഒരു സെക്രട്ടറി എന്നുള്ള നിലക്ക്. 2013 29/10/2013 ഈ സൂരജ് ഓർഡർ നൽകി അതിന്റെ റാറ്റിഫിക്കേഷന് വേണ്ടി ഇബ്രാഹിം കുഞ്ഞിന് വന്നപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് ഈ കാര്യം മുഴുവനായിട്ട് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയോ ഇബ്രാഹിം കുഞ്ഞ് റദ്ദാക്കുകയോ മടക്കുകയോ എന്നല്ല ചെയ്തത്. ഇബ്രാഹിം കുഞ്ഞ് കേരളത്തിന്റെ ഒരു ശുദ്ധനായ മന്ത്രി എന്ന നിലയിൽ, ഏറ്റവും പ്രഗത്ഭനായ മന്ത്രി എന്ന നിലയിൽ, കാര്യബോധമുള്ള മന്ത്രി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിനെ സംബന്ധിച്ച് കൃത്യമായ സംരക്ഷിക്കാനുള്ള കാവലാൾ എന്നുള്ള നിലയിലായി ഈ കാര്യത്തിൽ ശ്രീ മായിൻഹാജി താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത്
കളമശ്ശേരി കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ മൈൻ ഹാജി കേൾക്കൂ. കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ദിവസം തന്നെ TO സൂരജിന്റെ വീട്ടിൽ കയറിയിരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ്. ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നാൽ അതിന് എന്താണ് ലീഗിന്റെ പ്രതികരണം? വിജിലൻസ് എന്ന കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും കൃത്യമായ ഒരു പോലീസ് വകുപ്പ്, എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞെട്ടുന്ന, വിജിലൻസ് എന്ന് കേട്ടാൽ എല്ലാവരും അഴിമതിക്കാരായ പൊതുപ്രവർത്തകന്മാരും ഞെട്ടുന്ന വകുപ്പാണ്. ആ വകുപ്പ് ചെയ്യുന്നതൊന്നും മുഖ്യമന്ത്രിയോടോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടോ രാഷ്ട്രീയ നേതൃത്വത്തോടോ മുൻകൂട്ടി അനുവാദം വാങ്ങിയല്ല ചെയ്യാറ്. പ്രത്യേകിച്ച് UDF ഗവൺമെന്റിന്റെ കാലത്ത് അവർക്ക് നൽകുന്ന, അവർക്കെന്ന് മാത്രമല്ല സകലമാന ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് സ്വതന്ത്രമായ അധികാരം നൽകുന്ന, പ്രത്യേകിച്ച് പോലീസിന് നീതി നടപ്പാക്കാൻ യാതൊരു തടസ്സവുമില്ലാതെ. പാമോലിൻ കേസ്, ടൈറ്റാനിയം, ഇത്തരത്തിൽ കോടതിയിൽ എത്തപ്പെട്ട് വിമർശിക്കപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ താങ്കളുടെ ഓർമ്മ പദത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഒരുപാട് കാര്യമുണ്ട്. അതിലൊന്നും അതൊക്കെ അവസാനം ചീറ്റിപ്പോയ അനുഭവം ഇവിടെ ഉണ്ട്. ഇത്തരം സംഗതികളൊക്കെ അരി കുംഭകോണം മുതൽക്കുള്ള സംഗതികൾ വേറെയുമുണ്ട്. അരി കുംഭകോണം മുതൽ ഉള്ള എല്ലാ സംഗതികളും കേരളം ഉണ്ടായതിനു ശേഷമുള്ളതാണ്. കേരളത്തിൽ ആദ്യമായി കുംഭകോണം ഉദ്ഘാടനം ചെയ്ത മന്ത്രിസഭ ആരതാണ് എന്ന് തൊട്ടടുത്തിരിക്കുന്ന ചരിത്ര പണ്ഡിതനും തീർച്ചയായും അതിലേക്കൊക്കെ നമുക്ക് ബാബു സാറിനോട് ഒന്ന് അന്വേഷിച്ചാൽ എന്നിട്ട് ചോദിക്കും. തീർച്ചയായും അതൊക്കെ താങ്കൾ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ശ്രീ മൈനാജി, താങ്കൾ ഒരു ചോദ്യത്തിന് ചോദിച്ച് മറുപടി പറയിപ്പിച്ചാൽ അതെ ശ്രീ മൈൻഗാജി, അതൊക്കെ ചരിത്രമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം, വർത്തമാനകാലത്തിലേക്ക് വരാം. ഇവിടെ TO സൂരജുമായി ബന്ധപ്പെട്ട ലീഗ് ബന്ധങ്ങൾ ആരോപിക്കുന്നു. അതിന് താങ്കൾ മറുപടി പറഞ്ഞു. ഇനി രണ്ട്, മുഖ്യമന്ത്രി ഇത്തരത്തിൽ മാണിയെ ഒതുക്കുന്നതിന്റെ ഭാഗമായി ഒരു കാര്യം ചെയ്തു, ലീഗിനെ ഒതുക്കുന്ന കാര്യമായി മറ്റൊന്ന് ചെയ്തു. അതാണ് TO സൂരജ് എന്ന് പറയുന്നു. അതിനെയും ലീഗ് ബന്ധമില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ താങ്കൾക്ക് അതിജയിക്കാം. മൂന്നാമത് ഉയരുന്നത് ഇതാണ്. കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പേരുകൾ ഇതിനകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു സലിം രാജു വഴി. ഇത്തരത്തിലുള്ള സമയത്താണ് TO സൂരജിനെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത്. അത് ഇതിൽ നിന്ന് ഊരാനാണ്. അത്തരത്തിൽ ആരെങ്കിലും സംശയം ഉന്നയിച്ചാൽ അതിന് ലീഗിന് മറുപടി ഉണ്ടോ എന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഞാൻ പറയാൻ താങ്കൾ അനുവദിക്കുന്നില്ലല്ലോ, ഇടപെടല്ലേ താങ്കൾ. ഞാൻ വിഷയത്തിലേക്ക് എത്തുന്നത് താങ്കൾക്ക് തന്നെ തിരിച്ചടിയാവും, നിലനിൽപ്പില്ലാതാകുമെന്ന തിരിച്ചറിവ് കൊണ്ട് താങ്കൾ ഞാൻ പറഞ്ഞു വരികയാണ്. മുഖ്യമന്ത്രി KM മാണി സാറിനെതിരായി ഈ മുഖ്യമന്ത്രിയോ UDF-ലെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു ആക്രമണം ലീഗിന് നേരെ വന്നു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. മുസ്ലിം ലീഗും KM മാണി സാറിന്റെ കേരള കോൺഗ്രസും UDF-ന്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ്. ആ ഘടകങ്ങളെ ഒരു തരത്തിലും പരസ്പരം ഇകഴ്ത്തുന്ന ഒരു പണിയും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. പന്ന്യൻ രവീന്ദ്രൻ, അതുപോലെ പന്ന്യൻ രവീന്ദ്രൻ, പിണറായി വിജയൻ പോരുണ്ടല്ലോ. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അവസാനമായി ചർച്ച വൈൻഡപ്പ് ചെയ്യുമ്പോൾ അവസാനമായി ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പറയാതെ മൈൻ ഹാജി സമ്മതിക്കുന്നു, പറയാതെ പറയുന്നു. പക്ഷേ ആ അഴിമതിയുടെ പാപഭാരം മുൻ LDF സർക്കാരിന് കൂടിയുണ്ട്, ഞങ്ങൾ മാത്രമല്ല കുറ്റക്കാർ എന്ന് കരുതിയിൽ മാത്രമാണ് അദ്ദേഹം ഒഴിയാൻ ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നൊരു വാദം ചമയ്ക്കാം. ഒരു പക്ഷേ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇത്രയേറെ അഴിമതിഗ്രസ്തമായ ഒരു ഭരണം ഇവിടെ നടക്കുന്നു. ഉദ്യോഗസ്ഥ തലം മുതൽ തുടങ്ങി രാഷ്ട്രീയത അതിൻ്റെ ധാർമ്മികത വിട്ടൊഴിഞ്ഞു. ഇനി ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കുമാവാം. ഈ സന്ദേശമാണോ പൊതുവെ പ്രചരിക്കുന്നത്? അല്ല, വളരെ മോശപ്പെട്ട. ഇപ്പോൾ UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ശരാശരി പ്രേക്ഷകർ, ഇതിൻ്റെ മാത്രമല്ല പത്രം വായിക്കുന്നവർക്ക് വളരെ മോശപ്പെട്ടൊരു അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് അത് വേണ്ടി വണ്ണം മുതലെടുക്കാൻ കഴിയില്ല എന്നൊക്കെ ആക്ഷേപം വേറെ ഉണ്ടാകാം. ഞാൻ പറയുമ്പോൾ മൈൻ ഹാജി പറയുമ്പം നമുക്ക് കേൾക്കാൻ കഴിയുന്ന അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം നേരത്തെ സൂചിപ്പിച്ചത് മാതിരി തന്നെ വഖഫ് ബോർഡിനെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ഗൗരവതരത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. അതിന് കാരണം ഇനി തുടർന്ന് വെറുതെ അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന സമയത്ത് അദ്ദേഹം വിറ്റ് തുലച്ച ഭൂമിയെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നെയും വരുന്നു. പിന്നെ മറ്റൊരു കാര്യം, വിജിലൻസിനെ കുറിച്ച് താങ്കൾ തന്നെ ചോദിക്കുകയുണ്ടായി മൈൻ ഹാജിയോട്. വിജിലൻസിന് സ്വതന്ത്രമായ അവസ്ഥ കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുകയുണ്ടായല്ലോ. ഏറ്റവും പുതിയ ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്താ? വിജിലൻസിനെ അറിഞ്ഞില്ലേ ഇത് 10 ദിവസത്തിനകത്ത് അന്വേഷിക്കാം, സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്, കേസ് വരെ ചാർജ് ചെയ്യാത്തത് എന്ത് എന്ന് കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വരുന്ന
അവസ്ഥ ഈ വിജിലൻസിന് മേളിൽ ഇപ്പോഴും അശനിവാദം പോലെ വീണിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും സ്വതന്ത്രമായി അഴിമതി കാണിക്കാനുള്ള അവകാശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് യാഥാർത്ഥ്യം. ഇത് മോയിൻ ഹാജിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം പാർട്ടി കമ്മിറ്റിയിലെങ്കിലും അത് പറയുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും. മോയിൻ ഹാജി, താങ്കളുടെ മറുപടിയിലേക്ക് എത്താം. ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ, താങ്കളിലേക്ക് എത്താം. PS സലീം, ദയവായി തുടരുക. ഇത്രയേറെ അഴിമതി ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ, കളമശ്ശേരിയും കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CBI അന്വേഷിക്കുന്ന ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നതിലെ ഒരു സംശയം അവിടെ വാർത്തയായി ഉയരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത്രയേറെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ മരാമത്ത് സെക്രട്ടറി ആവുന്നു, വഖഫ് ബോർഡിൻ്റെ ചുമതലയിലേക്ക് എത്തുന്നു? ഇത്തരത്തിൽ ഒട്ടനവധി സംശയങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ യഥാവിധി ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുമെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ താങ്കൾക്കുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തിയും അന്വേഷിച്ചും. പറയൂ ശ്രീ ജോമോൻ പുത്തമ്പുരയ്ക്കൽ. ചിത്രം പരിശോധിച്ചാൽ 2004 മുതൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് കേസുകളൊക്കെ വളരെ ഭംഗിയായി അട്ടിമറിക്കുന്നതിനും വിജിലൻസിനെ സ്വാധീനിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞത് LDFിൻ്റെ കാലത്ത് അന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ എളമനം കരീമിൻ്റെ പേര് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ അഴിമതി മറച്ചു വെക്കുന്നതിനും കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും വേണ്ടി ഭംഗിയായി ഉപയോഗിച്ചു. ഇപ്പോൾ ലീഗിൻ്റെ പേര് ഉപയോഗിച്ച് അദ്ദേഹം വളരെ ഭംഗിയായി പല കേസുകളും അട്ടിമറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അഴിമതി നടത്തുവാൻ വേണ്ടി ശ്രീ TO സൂരജ് അഴിമതി നടത്തുവാൻ വേണ്ടി ഈ ലീഗിനെയും എളമനം കരീമിനെയൊക്കെ യഥാസമയങ്ങളിൽ അധികാര സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ ഉപയോഗിച്ചു എന്നുള്ളൊരു സത്യമാണ്. ആ സത്യം നിലനിർത്തിക്കൊണ്ടാണ് CBI വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല എന്ന് വളരെ ഈ ലീഗുമായും അപ്പോൾ ഈ ഭരണകാലത്ത് ലീഗുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന് അദ്ദേഹം തന്നെ തെറ്റിദ്ധരിപ്പിച്ച് വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഉന്നത വിജിലൻസ് ഡയറക്ടർ ആസ്ഥാനത്ത് വിജിലൻസ് ഡയറക്ടറെ നിയന്ത്രിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അക്ബർ ഷാ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചു, രക്ഷപ്പെട്ടു പല കേസിൽ നിന്നും. അപ്പോൾ ഇപ്പോൾ വളരെ വ്യക്തമാണ് എന്തായാലും വിജിലൻസ് ഈ ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന രാഷ്ട്രീയമായി വേറെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലീഗ് ഉൾപ്പെടെ UDF സർക്കാർ TO സൂരജിനെ വീട് റെയ്ഡ് ചെയ്യുവാനും വിജിലൻസ് കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാനും വിജിലൻസിൻ്റെ ആത്മാർത്ഥത ഇതിനു മുമ്പ് പലപ്പോഴും ഇല്ലെങ്കിലും ഇപ്പോൾ ഒടുവിൽ വൈകിയാണെങ്കിലും നീതിബോധം വിജിലൻസിന് ഉദിക്കുവാൻ കാരണം രാഷ്ട്രീയമായ ഭരണ രംഗത്ത് ഇന്ന് ഈ ഭരിക്കുന്ന സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ താങ്കൾ പ്രതികരിക്കണം. ഇത്തരത്തിലൊരു ലീഗ് ബന്ധം ഉയർത്തി ഭരണസ്വാധീനങ്ങളെ തനിക്ക് വശംവദനാക്കാൻ അഴിമതിക്കാരനായ ഈ TO സൂരജ് ശ്രമിച്ചിരുന്നു. ജോമോൻ പുത്തമ്പുരയ്ക്കൽ, അത്തരത്തിലൊരു വാദം ഉയരുമ്പോൾ വളരെ വേഗം ചർച്ച അവസാനിപ്പിക്കുമ്പോൾ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, TO സൂരജ് എന്ന ഉദ്യോഗസ്ഥൻ മുസ്ലിം ലീഗുമായി ഒരു അവീത ബന്ധത്തിനും മുസ്ലിം ലീഗ് ഇടപെടുക്കുകയില്ല, മുസ്ലിം ലീഗ് അവസരം ഉണ്ടാക്കുകയില്ല. മുസ്ലിം ലീഗ് അത്രയും സുതാര്യമായ പാർട്ടിയാണ്. ഒരു ഉദ്യോഗസ്ഥന്റെയും പ്രവർത്തനത്തിൽ വഴിവിട്ട തരത്തിലുള്ള ഒരു സഹായം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഭാഗത്തുനിന്നോ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്തും ഉണ്ടാവുകയില്ല. ഈ കാര്യത്തിൽ സൂരജിനും മുസ്ലിം ലീഗിന്റെ ഒരു വഴിവിട്ട സഹായവും ഉണ്ടാവുകയില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞതൊക്കെ അതുപോലെ നടക്കും. അതിൻ്റെ ഇപ്പം ജോമോൻ പുത്തമ്പുരയ്ക്കൽ തന്നെ പറഞ്ഞു, ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു പിന്തുണ ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന ധ്വനിയിൽ അദ്ദേഹം പറഞ്ഞു. ഈ 2004 മുതൽക്ക് ഈ മനുഷ്യന്റെ ഈ സൂരജിന്റെ അഴിമതിയുടെ പിന്നാലെ പോകുന്ന എനിക്ക് ഇങ്ങനെ വിജിലൻസ് ഇപ്പോൾ ആർജവം കാട്ടി എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. തീർച്ചയായും മായനാജി വ്യക്തമാണ്. അവസാനമായി PS സലീമിലേക്ക് പോകുമ്പോൾ, ശ്രീ PS സലീം, ഇത്തരത്തിൽ കടകംപള്ളി കളമശ്ശേരി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി ഇവരെ TO സൂരജിനെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പറയാൻ പാകത്തിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഭരണത്തിൽ നടക്കുന്നു. കെടുകാര്യസ്ഥതയുടെ അഴിമതിയുടെ കഥകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ, അതല്ലേ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ കാരണമാകുന്നത്? അത്തരത്തിലൊരു വീണ്ടും വിചാരം, സ്വയം വിമർശനമൊക്കെ ചാരക്കേസിന്റെ കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സ്വയം വിമർശനമൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ ശ്രീ PS സലീം. ശ്രീ PS സലീം, താങ്കളുണ്ടോ? അദ്ദേഹമില്ല എന്ന് തോന്നുന്നു.
ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു. നേരത്തെ മൈൻ ഹാജി പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. ഏത് വഴിക്കാണ് ഈ കേസും പോകുന്നതെന്ന് കാലം തെളിയിക്കട്ടെ. നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.